Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ മൊഡ്യൂൾ 2 വരുന്ന ടോപ്പിക് ആണ് ഡിസൈൻ സ്പേസ് ഓഫ് പ്രോസസ്സേഴ്സ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്, സിലബസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അഡ്വാൻസ്ഡ് പ്രോസസ്സർ ടെക്നോളജി. അപ്പോൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ എന്താണ് പ്രോസസ്സർ, അതുപോലെ തന്നെ മൾട്ടി പ്രോസസ്സേഴ്സ് ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് അഡ്വാൻസ്ഡ് പ്രോസസ്സേഴ്സ് ആണ്, അതായത് ആർക്കിടെക്ചറൽ ഫാമിലീസ് ഓഫ് മോഡേൺ പ്രോസസ്സേഴ്സ്. ഓക്കെ, അതായത് ഫ്രം പ്രോസസ്സേഴ്സ് യൂസ്ഡ് ഇൻ വർക്ക് സ്റ്റേഷൻസ് ഓഫ് മൾട്ടി പ്രോസസ്സേഴ്സ് ടു ദോസ് ഡിസൈൻ ഫോർ മെയിൻ ഫ്രെയിംസ് ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അപ്പം അതിൽ വരുന്ന ഫാമിലീസ് എന്ന് പറഞ്ഞാൽ, അതായത് പ്രോസസ്സർ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? രണ്ട് മേജർ ഫാമിലീസ് ഉണ്ട്, അതായത് സിസ്കും അതുപോലെ തന്നെ റിസ്കും. സിസ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ. അതുപോലെ റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ. അതുപോലെ സൂപ്പർ സ്കേലർ, VLIW, സൂപ്പർ പൈപ്പ്ലൈൻ, വെക്ടർ ആൻഡ് സിംബോളിക് പ്രോസസ്സേഴ്സ്. ഓക്കെ, അപ്പം അതിൽ സ്കേലർ ആൻഡ് വെക്ടർ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസിന് വേണ്ടിയിട്ടാണ്. ദെൻ സിംബോളിക് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഫോർ AI ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഡിസൈൻ സ്പേസ് ഓഫ് പ്രോസസ്സേഴ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ മേജർ പ്രോസസ്സർ ഫാമിലീസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ പ്രോസസ്സർ ഫാമിലീസ് എല്ലാം തന്നെ ഒരു കോർഡിനേറ്റഡ് സ്പേസിലേക്ക് എന്ത് ചെയ്യാണ്, മാപ്പ് ചെയ്യാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, ഡിസൈൻ സ്പേസ് എന്ന് പറയുന്നത്, ഡിസൈൻ സ്പേസ് ഓഫ് പ്രോസസ്സേഴ്സ്. ഓക്കെ, വേരിയസ് പ്രോസസ്സർ ഫാമിലീസ് ക്യാൻ ബി മാപ്ഡ് ഓൺ ടു എ കോർഡിനേറ്റഡ് സ്പേസ് ഓഫ് ക്ലോക്ക് റേറ്റ് വേഴ്സസ് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ. അപ്പം അതിനൊരു ഫിഗർ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഓരോ പ്രോസസ്സേഴ്സിനും എന്തുണ്ട്, ക്ലോക്ക് റേറ്റ് ഉണ്ട് അല്ലേ. The clock rates of various processors have moved from low to higher speed towards the right of the design space. അതുപോലെ തന്നെ processor manufacturers have been trying to lower the CPI rate, അതായത് cycle per instruction rate, using innovative hardware approaches. അപ്പോൾ അതിന്റെ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഫിഗർ റെപ്രസെന്റേഷൻ. അതായത് ഇതാണ് ഒരു ഡിസൈൻ സ്പേസ് എന്ന് പറഞ്ഞാൽ. ഫിഗർ 1, CPI വേഴ്സസ് പ്രോസസ്സർ ക്ലോക്ക് സ്പീഡ് ഓഫ് മേജർ കാറ്റഗറീസ് ഓഫ് പ്രോസസ്സേഴ്സ്. അപ്പോൾ മേജർ കാറ്റഗറീസ് ഓഫ് പ്രോസസ്സേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, അതായത് സിസ്ക് ഉണ്ട്, റിസ്ക് ഉണ്ട്, VP എന്ന് പറഞ്ഞാൽ വെക്ടർ പ്രോസസ്സേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ലോവർ ആണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് ആണ്. ഓക്കെ, സോ ഫിഗർ 1 ഷോസ് ദി ബ്രോഡ് CPI വേഴ്സസ് ക്ലോക്ക് സ്പീഡ് കാരക്ടറിസ്റ്റിക്സ് ഓഫ് മേജർ കാറ്റഗറീസ് ഓഫ് കറന്റ് പ്രോസസ്സേഴ്സ്, അതായത് സിസ്ക് അതുപോലെ തന്നെ റിസ്ക്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്, പവർ സീരീസ്, SPRC, MAPS എക്സെട്ര. അപ്പോൾ അതിൽ under both CISC and RISC category, product design for multi-core chips, embedded application or for low cost and low power consumption. അപ്പോൾ അതൊക്കെ എവിടെയായിരുന്നു, അതായത് ഡിസൈൻ സ്പേസിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടെ ലോവർ ക്ലോക്ക് സ്പീഡ് ആണ്, റൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹയർ ക്ലോക്ക് സ്പീഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എവിടെയാണ് വരിക, ലോവർ ക്ലോക്ക് സ്പീഡിലാണ് വരിക അല്ലേ. ഇനി high performance processors must necessarily be designed to operate at high clock speed. അതായത് റൈറ്റിലാണ് വരുന്നത്, ഡിസൈൻ സ്പേസിന്റെ റൈറ്റിൽ അല്ലേ, ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ VP എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞതാണ് വെക്ടർ പ്രോസസ്സേഴ്സ് അല്ലേ. അപ്പം അതിൽ വെക്ടർ പ്രോസസ്സിംഗ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മേ ബി അസോസിയേറ്റഡ് വിത്ത് സിസ്ക് ഓർ റിസ്ക് മെയിൻ പ്രോസസ്സേഴ്സ്. ഓക്കെ, ദി ഡിസൈൻ സ്പേസ്. അപ്പോൾ ഡിസൈൻ സ്പേസ് ഓഫ് പ്രോസസ്സേഴ്സ് നമ്മൾ നോക്കി. അപ്പോൾ അതിൽ വരുന്ന കാറ്റഗറീസ് മനസ്സിലായല്ലോ, രണ്ട് മേജർ കാറ്റഗറീസ് ആണ് വരുന്നത്, സിസ്കും അതുപോലെ തന്നെ റിസ്കും. അപ്പോൾ അതിൽ സിസ്കിനെ പറ്റിയിട്ടാണ് ഇനി കൂടുതലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്.
ഓക്കെ, അപ്പം അതിൽ processors like the Intel Pentium, അതുപോലെ M6040, Alder VX-8600, IBM 390. അപ്പോൾ ഇതൊക്കെ വരുന്ന ഫാമിലി എന്ന് പറയുന്നത് ഏതാണ്? CISC ആണ്, അതായത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ ക്ലോക്ക് റേറ്റ് ഓഫ് CISC പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് റേഞ്ചസ് അപ് ടു a few gigahertz. അതിൽ CISC ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് varies from 1 to 20. അതുകൊണ്ട് തന്നെ CISC പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് ഡിസൈൻ സ്പേസിൽ എവിടെയാണ്? അപ്പർ പാർട്ടിലാണ് വരുന്നത് അല്ലേ? അതിനുശേഷമാണ് പിന്നെ റിസ്ക് വരുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് റിസ്ക് പ്രോസസ്, അതായത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് പ്രോസസ്. അപ്പോൾ അതെന്ന് പറയുന്നത് CISC കഴിഞ്ഞിട്ടാണ് പിന്നെ റിസ്ക് വരുന്നത് അല്ലേ? അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് SPRC, പവർ സീരീസ്, MIPS, ആൽഫ ആൻഡ് ARM. ഓക്കെ, അപ്പോൾ ഇവിടെ പൈപ്പ് ലൈൻസ് യൂസ് ചെയ്തിട്ട്, എന്താണ് പൈപ്പ് ലൈൻ എന്നുള്ളത് അറിയാലോ. അപ്പോൾ പൈപ്പ് ലൈൻ യൂസ് ചെയ്തിട്ട് average CPI of RISC instruction has been reduced to between 1 and 2 cycles. ഓക്കെ, ഇനി RISC പ്രോസസ്സേഴ്സിന്റെ സബ് ക്ലാസ് ആണ് സൂപ്പർ സ്കേലർ പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഒരു സൂപ്പർ സ്കേലർ പ്രോസസ്സ് അറിയാലോ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞതാണ്. അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാൻ പറ്റും അല്ലേ? മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ടു ബി ഇഷ്യൂഡ് സൈമിൾട്ടേനിയസ്ലി ഡ്യൂറിങ് ഈച്ച് സൈക്കിൾ. ഓക്കെ, അപ്പോൾ CPI ഓഫ് സൂപ്പർ സ്കേലർ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് ലോവർ ദാൻ സ്കേലർ RISC പ്രോസസ്സർ. Then the clock rate of superscalar process matches that of scalar RISC process. Okay. ഇനി നമുക്ക് നോക്കേണ്ടത് വെരി ലോങ് ഇൻസ്ട്രക്ഷൻ വേർഡ്, അതായത് VLIW ആർക്കിടെക്ചർ. അപ്പോൾ അവിടെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സൂപ്പർ സ്കേലർ പ്രോസസറിനേക്കാളും എന്തുണ്ടായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ CPI ഓഫ് എൻ VLIW പ്രോസസർ എന്ന് പറയുന്നത് ഫർദർ ലോവർ. Intel's i860 RISC processor had VLIW architecture. Okay, ഇനി നോക്കേണ്ടത് എന്താണ്? VP അല്ലേ, വെക്ടർ പ്രോസസർ. അതായത് the processors in vector supercomputers use multiple functional units for concurrent scalar and vector operation. നമ്മൾ വെക്ടർ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കിയിട്ടുള്ളതാണ് അല്ലേ? അവിടെ സ്കേലാർ പ്രോസസർ ഉണ്ട്, അതുപോലെ തന്നെ വെക്ടർ പ്രോസസർ ഉണ്ട്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ദി ഇഫക്റ്റീവ് CPI ഓഫ് എ പ്രോസസർ യൂസ്ഡ് ഇൻ എൻ സൂപ്പർ കമ്പ്യൂട്ടർ ഷുഡ് ബി വെരി ലോ. ഓക്കെ, അപ്പോൾ വെരി ലോ എന്ന് പറയുമ്പോൾ എവിടെ വരും? അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഡിസൈൻ സ്പേസിലെ ലോവർ റൈറ്റ് കോർണറിലായിട്ടാണ് വരിക. അതാണ് പറയുന്നത് പൊസിഷൻ അറ്റ് ദി ലോവർ റൈറ്റ് കോർണർ ഓഫ് ദി ഡിസൈൻ സ്പേസ്. അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് പവർ കൺസംപ്ഷൻ ഇൻക്രീസ് അപ്രീഷ്യബിളി ഇഫ് പ്രോസസർ ഡിസൈൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദി ലോവർ റൈറ്റ് കോർണർ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ. അപ്പം എന്താണ് ഒരു പൈപ്പ് ലൈൻ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ 4 ഫേസ് ആണ് വരുന്നത് അല്ലേ? ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, റിസൾട്ട് എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് അല്ലേ? അപ്പോൾ instruction phases are often executed by an instruction pipeline അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് simply model an instruction processor by such a pipeline structure. ഒരു pipeline cycle എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Pipeline cycle is intuitively defined as the time required for each phase to complete its operation അല്ലേ? അതായത് ഫെച്ച് ചെയ്യണം, ഡീകോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, റിസൾട്ട് എന്ത് ചെയ്യണം? വീണ്ടും മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണം അല്ലേ? റൈറ്റ് ബാക്ക് ചെയ്യണം. അസ്യൂമിങ് ഈക്വൽ ഡിലേ ഇൻ ഓൾ ഫേസസ്. ഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ? പൈപ്പ് ലൈൻ സ്റ്റേജസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് ആണ് അസോസിയേറ്റഡ് വിത്ത് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സൈക്കിൾ, അതായത് ദി ക്ലോക്ക് പീരീഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ. Then instruction issue latency, the time required between the issuing of 2 adjacent instructions.
Then instruction issue rate, അതായത് the number of instruction issued per cycle and also called the degree of superscalar processor. നെക്സ്റ്റ് നമുക്കിനി നോക്കേണ്ടത് സിമ്പിൾ ഓപ്പറേഷൻ ലാറ്റൻസി, അതായത് സിമ്പിൾ ഓപ്പറേഷൻസ് മേക്ക് അപ്പ് ദി വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടഡ് ബൈ ദി മെഷീൻ സച്ച് ആസ് ഇൻസ്ട്രക്ഷൻ ആഡ്, അതുപോലെ തന്നെ ലോഡ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ബ്രാഞ്ച്, അതുപോലെ തന്നെ മൂവ്. ഓൺ ദി കോൺട്രറി, കോംപ്ലക്സ് ഓപ്പറേഷൻസ് ആർ ദോസ് റിക്വയറിംഗ് ആൻ order of magnitude longer latency such as divides, cache misses, etc. അപ്പോൾ ഈ ലാറ്റൻസി ഒക്കെ ഉണ്ടല്ലോ, ദീസ് ലാറ്റൻസി ആർ മെഷേർഡ് ഇൻ നമ്പർ ഓഫ് സൈക്കിൾസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് റീസോഴ്സ് കോൺഫ്ലിക്ട്സ്, അതായത് രണ്ടോ അതിലധികമോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് സെയിം ഫങ്ഷണൽ യൂണിറ്റ് തന്നെ ഡിമാൻഡ് ചെയ്യുക, അല്ലെ, സെയിം ടൈമിൽ സെയിം ഫങ്ഷണൽ യൂണിറ്റ് തന്നെ ഡിമാൻഡ് ചെയ്യുക. അപ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്ട്സിനെയാണ് എന്ന് പറയുന്നത് റീസോഴ്സ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ 2.a എന്ന് പറയുന്നത്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന്റെ സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫിഗർ 2.a എക്സിക്യൂഷൻ ഇൻ എ ബേസ് സ്കേലാർ പ്രോസസർ. അപ്പോൾ അതിൽ കാണുമ്പോൾ തന്നെ അറിയാം, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ അല്ലെ 4 സ്റ്റേജസ് വരുന്നുണ്ട്. ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തു, അതിനെ എന്ത് ചെയ്തു, ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു, ആ ടൈമിൽ തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കും, അല്ലെ, അങ്ങനെയാണത് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനെ പറ്റിയാണ് നമുക്കിനി നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിഗർ 2.aയില് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിനെ ബേസ് സ്കേലർ പ്രോസസർ ആണ് കണ്ടത്, അല്ലെ. ഒരു ബേസ് സ്കേലർ പ്രോസസർ എന്ന് പറയുമ്പോൾ അവിടെ 1 ഇൻസ്ട്രക്ഷൻ ആണ് ഇഷ്യൂ ചെയ്യുന്നത് പെർ സൈക്കിൾ. ഓക്കെ, അതായത് അവിടെ ലാറ്റൻസി എങ്ങനെയായിരിക്കും, 1 cycle latency for a simple operation and a 1 cycle latency between instruction issues. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസ്ട്രക്ഷൻ ലാറ്റൻസി ആ ടേംസ് നമ്മൾ മുന്നേ നോക്കിയത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് പറയുമ്പോൾ the instruction pipeline can be fully utilized if successive instructions can enter it continuously at the rate of 1 per cycle. അപ്പോൾ അതാണ് ഫിഗർ 2.aയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ലാറ്റൻസി ക്യാൻ ബി മോർ ദാൻ 1 cycle ഫോർ വേരിയസ് റീസൺ. ഫോർ എക്സാമ്പിൾ, if the instruction issue latency is 2 cycles per instruction, the pipeline can be underutilized. അപ്പോൾ അതാണ് ഫിഗർ 2.bയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മുന്നത്തേൽ എന്തായിരുന്നു, 1 cycle per instruction ആയിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് 2 cycle per instruction ആണ്. അതായത് ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, അല്ലെ, അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ, അതായത് അണ്ടർ പൈപ്പ് ലൈൻ സിറ്റുവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് ഫിഗർ 2.cയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാല് the pipeline cycle time is doubled by combining pipeline stages. അതായത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഉണ്ട്, ഡീകോഡ് ഉണ്ട്, അല്ലെ, ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, റൈറ്റ് ബാക്ക് ചെയ്യുക. അപ്പൊ അതില് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഡീകോഡ് ചെയ്യല്, ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ പൈപ്പ് ലൈൻ സ്റ്റേജ് ആവും. അതുപോലെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യലും അതുപോലെ തന്നെ റൈറ്റ് ബാക്കും കൂടിയിട്ട് അടുത്തൊരു പൈപ്പ് ലൈൻ സ്റ്റേജ് ഫോം ചെയ്യും. അതാണ് പറയുന്നത്. In this case, the fetch and decode phases are combined into one pipeline stage and execute and write back are combined into another stage. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നതും എന്താ, അണ്ടർ പൈപ്പ്ലൈൻ സിറ്റുവേഷൻ തന്നെയാണ്. This will also result in poor pipeline utilization. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് അതിന്റെ ഫിഗർ റെപ്രസെന്റേഷൻ പറയുന്നത്, ഫിഗർ 2.c under pipeline with twice the base cycle, അല്ലെ, അതായത് ഫെച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഡീകോഡ് ചെയ്യുക, ഈ രണ്ട് ഫേസും കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരൊറ്റ പൈപ്പ് ലൈൻ സ്റ്റേജ് ആയി, അല്ലെ, ഫെച്ച് ആൻഡ് ഡീകോഡ്, അതുപോലെ എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ് ബാക്ക്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് അണ്ടർ പൈപ്പ് ലൈൻ കണ്ടീഷൻ. ഓക്കെ.
Then ഇനി നമുക്ക് നോക്കേണ്ടത് ഡാറ്റ പാത്ത് ആർക്കിടെക്ചർ ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഓഫ് എ സ്കേലാർ പ്രോസസർ. അപ്പോൾ അതാണ് ഫിഗർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിഗർ 3 ഷോ ദി ഡാറ്റ പാത്ത് ആർക്കിടെക്ചർ ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഓഫ് എ ടിപ്പിക്കൽ സിമ്പിൾ സ്കേലാർ പ്രോസസർ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? which does not employ an instruction pipeline. ഓക്കെ, അപ്പോൾ ഫിഗറിൽ എന്തൊക്കെ കോമ്പോണൻസ് ആണുള്ളത്? അതായത് മെയിൻ മെമ്മറി ഉണ്ട്, ID കൺട്രോളേഴ്സ്, എക്സ്ട്രാ അല്ലേ, ആർ കണക്റ്റഡ് ടു ദി എക്സ്റ്റേണൽ ബസ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണത്, അതായത് ഇൻസ്ട്രക്ഷനെ പ്രോസസ് ചെയ്യണം, അതായത് മെമ്മറിയിൽ എടുക്കണം അല്ലേ, ഫെച്ച് ചെയ്യണം, ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, പിന്നെന്താ റിസൾട്ട് എന്ന് പറയുന്നത് തിരിച്ച് സ്റ്റോർ ചെയ്യണം. അപ്പം അതിനുള്ള സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല? ഡസ് നോട്ട് എംപ്ലോയ് ആൻ ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈൻ. ഓക്കെ, then the control unit generates control signals required for the fetch, decode, അതുപോലെ ALU operation, memory access and write result phases of instruction execution. Okay, then the control unit itself may employ hardware logic, or as was more common in older sys-style process, അതായത് micro coded logic. അതുപോലെ modern RISC processors employ hardware logic, and even modern sys processors make use of many of techniques originally developed for high performance RISC processors. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫാമിലീസ് ഓഫ് പ്രോസസ്സേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറയുന്നില്ലേ, അഡ്വാൻസ് ടെക്നോളജി, അഡ്വാൻസ് പ്രോസസർ ടെക്നോളജി, അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ പ്രോസസ്സേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. സിമ്പിൾ ആയുള്ളൊരു ടോപ്പിക്കാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് അല്ല അത്. ബേസിക് ആയിട്ടുള്ള പ്രോസസർ ഫാമിലീസ് നമുക്കറിയണം അല്ലേ. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പോസിബിൾ ആവുന്ന കേസ്, അതുപോലെ തന്നെ പുവർ പൈപ്പ് ലൈൻ യൂട്ടിലൈസേഷൻ ആ കേസ്, അതൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എളുപ്പമായിട്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതൊരു ബേസിക് ആയുള്ള കാര്യമാണ്, കാരണം ഇത് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇനി അടുത്ത ടോപ്പിക്കുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.